അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ മേപ്പാടിയിലെ സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന്റെ കാഴ്ചയിലേക്ക് പോവുകയാണ്. റമീസ് വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ്. റമീസ്, നേരത്തെ സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങളോട് പാട്ട് പാടുന്ന കാര്യമൊക്കെ റമീസ് ചോദിക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ റമീസിനോട് ഒരു പാട്ട് പാടിക്കോളാൻ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. പാടിയാൽ ഞങ്ങൾ പാടുപെടുമെങ്കിൽ വേണ്ട. മനു, ഞാൻ ആ പാട്ട് മേഖലയിലേക്ക് അധികം പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്തരത്തിൽ, അതായത് ഈ ഒരു എന്തായാലും ഞാൻ ഇതാ ഇവിടെ. ഓക്കെ മനു, നമ്മുടെ വെള്ളാർമല സ്കൂളിൽ മറ്റൊരു ടീച്ചർ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ടീച്ചർ പേരെന്താ? ഷബ്ന. വെള്ളാർമല സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ? മൂന്നാം ക്ലാസ്സിൽ. ഇപ്പം നമ്മളോട് മറ്റൊരു അധ്യാപകൻ പറഞ്ഞു, വലിയൊരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ അക്കയം തന്നെ കാണുന്നത് എന്നുള്ളത്. ആ ഒരു തെളിച്ചം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ടീച്ചറുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷം തന്നെയാണ്. മക്കൾ വന്നപ്പോൾ മക്കൾക്ക് നമ്മളെ കാണുമ്പോഴുള്ള ഒരു സന്തോഷവും നമുക്ക് അവരെ കാണുമ്പോഴുള്ള സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. കണ്ടിരുന്ന മക്കളെ ഞങ്ങളെല്ലാവരും ക്യാമ്പിലും വീടുകളിലൊക്കെ പോയി കണ്ടതാണ്. എന്നാലും ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു കാഴ്ച വേറെ തന്നെ. പിന്നെ അവർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവർക്ക് നമുക്ക് ID കാർഡൊക്കെ സെറ്റായി വന്നപ്പോഴേക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ ഇന്ന് വന്നിട്ട് ആദ്യം അവർക്ക് ID കാർഡ് കൊടുത്തപ്പോൾ അതെല്ലാവരും അതിലുള്ള ഫോട്ടോസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുന്നിലിരിക്കുന്ന ബാഗ് തുറന്ന് അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നും ഒക്കെ നോക്കി പരസ്പരം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴുള്ള ഒരു സന്തോഷവും സംസാരവും. പലരും പല വീട്ടിലല്ലേ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പരസ്പരം പറയാനുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും അവരിപ്പോ തൽക്കാലം ആരും ഓർക്കുന്നില്ല എന്നാണ് തോന്നുന്നേ. ചോദിച്ചിട്ടില്ല, ഞങ്ങളോടും ചോദിച്ചിട്ടില്ല കൂടെ ഉള്ളവരെന്നും ഇതുവരെ. അതായിരുന്നു ഞങ്ങൾക്കൊരു ഭയം. എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയുന്നു, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ഒരു പഠന മേഖലയിലേക്ക് പോവാതെ കുട്ടികൾക്കൊരു മാനസിക ഉല്ലാസമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരുടെ മനസ്സിനെ ആദ്യം പാകപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്. അത്തരത്തിലാണോ നമ്മുടെ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ കൗൺസിലിംഗ് അല്ല മെയിനായിട്ട്. കൗൺസിലിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവരെ ആദ്യം പാഠങ്ങളൊന്നുമില്ല. ആദ്യത്തെ 2 ആഴ്ചത്തേക്കുള്ള മൊഡ്യൂൾ ഇപ്പോൾ റെഡിയാണ്. ആ മൊഡ്യൂൾ പ്രകാരം ഉച്ചവരെയുള്ള ക്ലാസ്സുകൾ അങ്ങനെ പോവുള്ളൂ. ക്ലാസ് എന്ന് വെച്ചാൽ ഫുൾ കളികളും അങ്ങനെയൊക്കെയാണ്. ഉച്ച കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ ദിവസം നമുക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പഠനത്തിന്റെ കാര്യത്തിലേക്കൊക്കെ കടക്കുള്ളൂ. മനു, ഇത്തരത്തിലാണ് ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് നടത്തി കുട്ടികളുടെ മനസ്സിനൊക്കെ തന്നെ വീണ്ടും നമ്മുടെ സ്കൂളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ശേഷം കുട്ടികളോടൊപ്പം പുതിയ അവരുടെ നമ്മുടെ മറ്റു സ്കൂളുകളിലെല്ലാം പോലെ പഴയതിലേക്ക് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നീണ്ട പ്രക്രിയ അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഈ ഓഗസ്റ്റ് 30-ാം തീയതി ഇതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി ഒരു മാനസിക പരിശീലന കളരി ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. SCERTയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിശീലന പരിപാടി ഒരുക്കിയിരിക്കുന്നത്. മോനെ, പേരെങ്ങനെയാ? ബാഗൊക്കെ തുറന്നു നോക്കിയോ? എന്തൊക്കെയുള്ള ബാഗില്? പുസ്തകം, കുട്ടികളൊക്കെ ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. മനു, മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മുടെ ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ്. വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ചേട്ടാ, ഇതിപ്പോ ഈ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വ്യവസായ വകുപ്പിന്റെ കീഴിലാണ്. ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കാഡ്കോ എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോട് കൂടിയിട്ട് 4-5 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളായിട്ട് ഈ ഒരുക്കങ്ങളും ഫർണിച്ചറുകളും എല്ലാം ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഫർണിച്ചറും അത് ലഞ്ച് ബോക്സോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു കിറ്റാകാൻ നൽകുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെയും തന്നെ ഒരുമിച്ച് നൽകുകയാണോ? കിറ്റ് ബാഗ് ഞങ്ങളല്ല, പിന്നെ ഈ ഫർണിച്ചറുകളും പിന്നെ ഈ അലങ്കാരപ്പണികളും കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് കൊടുക്കുന്നത്. മനു, ഇതാണ്, അതായത് വ്യത്യസ്ത വകുപ്പുകൾ, വിവിധ വകുപ്പുകളൊക്കെയും തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അതിജീവനം. ആ ഒരു അതിജീവനത്തിന്റെ ഏറ്റവും മറ്റൊരു ഘട്ടമാണ് നമ്മളിവിടെ കാണുന്നത്.
വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, അതായത് ഫർണിച്ചറും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളെല്ലാം തന്നെ വിതരണം ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങളും വിതരണം ചെയ്തു. ഇപ്പോൾ ഇവിടുത്തെ കലാകാരന്മാർക്ക് തന്നെ ചേർന്നുകൊണ്ട് ചുമരുകളിൽ മനോഹരമായ ചിത്രങ്ങളും കുട്ടികളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ചുമരുകളിൽ കാണാം ഡോറ ബുജി തൊട്ട് പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങളെല്ലാം തന്നെ ചുമരുകളിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന, കുട്ടികൾക്ക് മുന്നോട്ട് നീങ്ങാനുള്ള അവരുടെ ഒരു പഴയ ഓർമ്മകളൊന്നും തന്നെ തിരിച്ചു വരാത്ത രീതിയിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ സജ്ജീകരണങ്ങളും അന്തരീക്ഷവുമാണ് ഇവിടെ ആകെയും തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ ഈ ഒരു ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ക്ലാസ് മുറികളിലും അവരെ സ്വാഗതം ചെയ്യുക അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും അന്തരീക്ഷം തന്നെയായിരിക്കും. കാരണം നേരെ പാഠത്തിലേക്ക് കടക്കാതെ അല്ലെങ്കിൽ നേരെ അധ്യാപനത്തിലേക്ക് കടക്കാതെ കുട്ടികളുമായി ആദ്യം ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ, രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളുടെ മുഖത്ത് ആ സന്തോഷവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.